ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിന് ഒരു തെളിച്ചം പകരുന്നത് നിറങ്ങളാണ്. ഒരു ഗൃഹം നിർമ്മിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം വാങ്ങുമ്പോഴാകട്ടെ, എല്ലാത്തിനും നമ്മൾ നിറം തിരഞ്ഞെടുക്കാറുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിഗത നിറങ്ങളോടായിരിക്കും ഇഷ്ടം. നിറങ്ങൾ പലതുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ചില നിറങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ എന്ന് പറയും, അത് തോന്നാറുണ്ട്. അതെന്തെന്നാൽ നമ്മളുടെ വ്യക്തിപരമായ ഒരു സ്വഭാവ സവിശേഷതകളും നമ്മളെ നിറഞ്ഞിരിക്കുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളും ഒക്കെ ആ നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ചില നിറങ്ങളോട് മറ്റുള്ള നിറങ്ങളെ അപേക്ഷിച്ച് വളരെയധികം അഭികാമ്യം അല്ലെങ്കിൽ അതിയായ ഒരു ഇഷ്ടം ആ നിറത്തോട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഗൃഹത്തിന് പെയിൻ്റ് അടിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളാകട്ടെ കയ്യിൽ നെയിൽ പോളിഷ് അടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോൾ, ഒരു പുതിയ വസ്ത്രം വാങ്ങും, അങ്ങനെ ഏത് കാര്യത്തിനും നമ്മളുടേതായ ഇഷ്ട നിറത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത നിറങ്ങളോടായിരിക്കും താല്പര്യം. അതൊക്കെയും അവരുടെ സ്വഭാവ സവിശേഷതകളെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പോൾ ഒരു നിറത്തിനോട് നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്, അടുപ്പം തോന്നുന്നുണ്ട്, ആ നിറത്തിലുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതയും അല്ലെങ്കിൽ അത് നിങ്ങളിൽ ബാധിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾക്ക് ആ നിറത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഓരോ നിറത്തിന് പിന്നിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിറത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആ നിറത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സവിശേഷതകളൊക്കെ കുറിച്ച് നിന്ന് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനായി മറക്കാതിരിക്കുക. ആദ്യമായി നീല നിറത്തിൽ തന്നെ തുടങ്ങാം. നിങ്ങൾ നീല നിറത്തിനോട് വളരെയധികം അഭികാമ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിശാലമായ ഹൃദയത്തിനുടമയായ ഒരാളായിരിക്കും. അതായത് ഏത് കാര്യത്തിനെയും നമ്മൾ പറയാറുണ്ട്, ഒരു വിശാല ഹൃദയനാണ്, ഏതും ആ ഒരു സെൻസിൽ എടുക്കാനുള്ളത്, മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെയുള്ള സഹാനുഭൂതി, സഹതാപം, ഇതൊക്കെയുള്ള ഒരു മനസ്സിനുടമയാണ്. നിങ്ങൾ നീല നിറത്തിനോടാണ് കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ അറിയാതെ പോലും മറ്റുള്ളവർക്ക് നമ്മളാൽ ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നീല നിറത്തിനോട് കൂടുതലായി ഇഷ്ടമുള്ള ആളുകൾ. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെയും ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിക്കാനായി ശ്രമിക്കുന്ന ആളുകളാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറവും ഈ നീല നിറവുമായിട്ട്. അപ്പോൾ നീല നിറത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. 1-2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവർ ഏത് കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കൂ. അതായത് ടൈം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ മുന്നിൽ ഇനി കൂടുതൽ സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും എടുത്തു ചാടി ഇവരൊരു തീരുമാനവും എടുക്കില്ല. 1-2 പ്രാവശ്യം കാര്യങ്ങൾ മനസ്സിൽ മനനം ചെയ്തതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് നീല നിറത്തിനോട് വളരെയധികം ഇഷ്ടവുമായിരിക്കും. രണ്ടാമത്തെ നിറം പച്ചയാണ്. നമ്മുടെ പ്രകൃതിയുടെ നിറമാണ്. ചില ആളുകൾക്ക് പച്ച നിറത്തിനോട് വളരെയധികം താല്പര്യമാണ്. അങ്ങനെയുള്ളവർ അവരുടെ സ്വഭാവ പ്രകൃതി എന്ന് വെച്ചാൽ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതി നയിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ശാന്ത സ്വഭാവം, നമ്മൾ പച്ചപ്പെന്ന് പറയുമ്പോൾ ശാന്തത, ഒരു തണുപ്പ്, ഒരു നൈർമല്യമൊക്കെ മനസ്സിന് നൽകുന്ന നിറമാണ് പച്ചപ്പെന്ന് പറയുന്നത്. അപ്പോൾ ആ പച്ച നിറം ശാന്ത സ്വഭാവത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പച്ച നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ സമാധാന പ്രിയരാണ്. അതായത് ഉറക്കെയുള്ള സംസാര വാഗ്വാദങ്ങളൊന്നും അവർ ഇഷ്ടപ്പെടുന്നവരല്ല, സത്യസന്ധരാണ്. കൂടാതെ പ്രകൃതിദത്തമായ വസ്തുക്കളോട് വളരെയധികം താല്പര്യം, സ്ത്രീയായാലും പുരുഷനായാലും ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളോടല്ല, പ്രകൃതി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും പച്ച നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അടുത്ത നിറം ചുവപ്പാണ്. ധീരതയുടെ നിറമാണ്, രക്തത്തിൻ്റെ നിറമാണ്. ഊർജ്ജസ്വലരും ആധിപത്യ സ്വഭാവം കാണിക്കുന്നവരുമാണ്. ഏത് കാര്യത്തിനും തങ്ങളുടേതായ ഒരു ആധിപത്യ സ്വഭാവം അല്ലെങ്കിൽ പിടിച്ചടക്കണം എന്നൊരു സ്വഭാവമുള്ളവരാണ് ചുവപ്പ് നിറത്തോട് കൂടുതലായി ഇഷ്ടമുള്ളവർ. പക്ഷേ എപ്പോഴും നല്ല ഊർജ്ജസ്വലരായി വൈബ്രൻ്റായിരിക്കുന്ന, എപ്പോഴും ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ടായിരിക്കുന്ന ഒരു സ്വഭാവക്കാരുമായിരിക്കും ഈ ചുവന്ന നിറത്തിനോട് ഇഷ്ടമുള്ള ആളുകൾ. ലക്ഷ്യബോധമുള്ളവരാണ്. തനിക്ക് പോകേണ്ടതായ ലക്ഷ്യം, അതായത് നമ്മളൊരു അമ്പ് കുലച്ച് വിട്ട് കഴിഞ്ഞാൽ അത് പോയി അതിന് ലക്ഷ്യം കാണുന്നത് പോലെ തന്നെ ഏത് കാര്യത്തിനെയും ലക്ഷ്യബോധത്തോടു കൂടി പോകുന്നവരാണ് ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ സുഖലോലുപരായ, എന്ത് കാര്യത്തിനും അല്പം സുഖഭോഗങ്ങളെ കൂടുതലധികം താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഏതു കാര്യത്തെയും അല്പം മത്സര ബുദ്ധിയോട് കൂടിയായിരിക്കും ഇവർ സമീപിക്കുന്നത്. വിജയം തനിക്ക് വേണം, അതിനായി എന്തെങ്കിലുമൊക്കെ വളഞ്ഞ വഴികൾ ചില സമയങ്ങളിൽ ഇവർ തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചുവപ്പ് നിറത്തിനോട് താല്പര്യം കൂടുതലുള്ളവരായിരിക്കും. അടുത്ത നിറം വെള്ളയാണ്. വെള്ള സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നിറമാണ്. അതുപോലെ തന്നെ വെള്ള നിറം ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ശാന്തമായ, സമാധാനമായ
സ്വഭാവമുള്ളവരായിരിക്കും, പ്രതീകമായിരിക്കും. ലാളിത്യം നിറഞ്ഞൊരു സ്വഭാവമായിരിക്കും. എപ്പോഴും മറ്റുള്ളവരോട് വിനയം, മുതിർന്നവരെ ബഹുമാനിക്കും. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവർക്ക് അങ്ങനെയുള്ളവർക്കാണ് വെള്ള നിറത്തിനോട് കൂടുതൽ ഇഷ്ടമായി തോന്നുന്നത്. അതുകൂടാതെ ആത്മീയപരമായ ക്ഷേത്രങ്ങളോടും ആത്മീയ വശങ്ങളോടും എല്ലാം വളരെ താല്പര്യവും പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിനോട് വളരെയേറെ താല്പര്യവുമുള്ള അല്ലെങ്കിൽ ആളുകളായിരിക്കും വെള്ള നിറം ഇഷ്ടപ്പെടുന്ന ആളുകൾ. ശുഭാപ്തി വിശ്വാസം. ഏത് കാര്യം ചെയ്താലും അത് വിജയത്തിൽ കലാശിക്കും, എനിക്കത് വിജയം സിദ്ധിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഉള്ളവരായിരിക്കും. ആ വിശ്വാസമായിരിക്കും ഇവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. വായനാശീലമുള്ളവരായിരിക്കും. വായനാശീലമുള്ള ആളുകൾ കൂടുതലും വെള്ള നിറത്തെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കൂടാതെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. വായനാശീലം എന്ന് പറയുമ്പോൾ തന്നെ ഏകാന്തത ഉണ്ടെങ്കിൽ മാത്രമേ വായിച്ചാൽ അതിനെ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാന്ത സ്വഭാവക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് വെള്ള നിറമായിരിക്കും. അടുത്ത നിറം കറുപ്പാണ്. മനോധൈര്യത്തിൻ്റെ നിറമാണ്, അല്ലെങ്കിൽ മനോധൈര്യം കൂടുതലുള്ളവരാണ് കറുപ്പ് നിറത്തെ ഇഷ്ടപ്പെടുന്നത്. അല്പം രഹസ്യ സ്വഭാവം. ഏത് കാര്യം ചെയ്യുമ്പോഴും 10 പേരെ അറിയിക്കണമെന്നല്ല, എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കണം. പൊതുമധ്യത്തിൽ കൂടുതലും ആരുമായി മിങ്കിൾ ചെയ്യാനും ചിലപ്പോൾ ഈ കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ അത്ര താല്പര്യപ്പെടാറില്ല. എപ്പോഴും ഏത് കാര്യത്തിനും രഹസ്യ സ്വഭാവം. അവരെന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയുമില്ല. ഏത് കാര്യം ഒരു ഓപ്പൺ ആയിട്ടുള്ളതല്ല. എപ്പോഴും അവരുടെ ജീവിതം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് പൊതിഞ്ഞു പിടിച്ച് മാറി ജീവിക്കാനായൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും കറുപ്പ് നിറം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ. കൂടാതെ സ്വന്തം ഇഷ്ടമാണ് അവർക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും അവർ വകവയ്ക്കാറില്ല. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കും. അതുകൂടാതെ മുഖം നോക്കാതെ ഏത് കാര്യത്തിനും അല്ലെങ്കിൽ തൻ്റെതായ അഭിപ്രായം പറയേണ്ടടുത്ത് അത് പ്രായം കൂടിയവരാവട്ടെ കുറഞ്ഞവരോടാകട്ടെ ആരോടായാലും തൻ്റെ അഭിപ്രായങ്ങൾ എടുത്തടിച്ച് പറയാനും ശ്രമിക്കുന്നവരാണ് ഈ കറുപ്പ് നിറം കൂടുതലായി ഇഷ്ടപ്പെടുന്നവർ. അടുത്ത നിറം മഞ്ഞയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. താൻ പഠിച്ചത് മാത്രമല്ല, ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൂടാതെ അത് മറ്റുള്ളവർക്ക് കൂടി ആ അറിവുകൾ പകർന്നു നൽകണം എന്ന ചിന്തയുള്ളവരാണ് മഞ്ഞ നിറത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മഞ്ഞ നിറത്തിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണ്. ഇത് നിലനിർത്താൻ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ശ്രമിക്കാറുമുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം, അതായത് നമ്മൾക്ക് വേറെ ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാനും ഒക്കെയുള്ള ഒരു വിശാലമായ ഹൃദയത്തിനും മനസ്സിനും ഒക്കെ ഉടമയായിട്ടുള്ള ആളുകളാണ്. അവർക്ക് മഞ്ഞ നിറത്തിനോട് വളരെയധികം താല്പര്യമായിരിക്കും. ശാന്ത സ്വഭാവവും സൗഹൃദങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആളുകളുമാണ്. ആ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് സഹിക്കുമില്ല. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാനും താല്പര്യപ്പെടുന്നവരായിരിക്കും ഈ മഞ്ഞ നിറത്തോട് ഇഷ്ടമുള്ള ആളുകൾ. അടുത്ത നിറം പിങ്കാണ്. സ്നേഹം, ദയ എന്നിവയുള്ളവരാണ് പിങ്ക് നിറത്തിനോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അന്യദുഃഖത്തിൽ കരുണ, മറ്റുള്ളവരോട് സ്നേഹം, ദയ, വാത്സല്യം ഒക്കെ ഇവരിൽ ഉണ്ടാകും. നിരീക്ഷണ പാഠവുമുള്ളവരായിരിക്കും. ഏത് കാര്യവും നിരീക്ഷിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരിൽ നിന്ന് അവരെങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെയുള്ള ഒരു സ്വഭാവ പ്രകൃതമൊക്കെ ഉള്ളവരായിരിക്കും. അല്പം ലജ്ജാശീലമുള്ളവരാണ്. ഏത് കാര്യത്തിനും ഒന്ന് പതിയെ പമ്മി പുറകിൽ നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ടല്ലോ, എപ്പോഴും ലജ്ജയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രകൃതം. ആരെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി വിട്ടാൽ മാത്രമേ ഇവർ മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. കൂടാതെ കുടുംബത്തിന് വേണ്ടി ധാരാളമായി കഷ്ടപ്പെടുന്ന ആളുകളും ആയിരിക്കും പിങ്ക് നിറത്തിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ. അടുത്ത നിറം വയലറ്റ് ആണ്. കലാപരമായി എഴുതാൻ, വായിക്കാൻ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കലാകാരന്മാരും കലാകാരികളുമായിരിക്കും വയലറ്റ് നിറത്തോട് കൂടുതലധികം അഭികാമ്യമുള്ളവർ. ആകർഷകമായ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാട്ട് പാടാനൊക്കെ വളരെയധികം കുയിൽനാദം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നാദമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വയലറ്റ് നിറത്തോട് വളരെയധികം ഇഷ്ടവും പ്രഭവുമായിരിക്കും. കൂടാതെ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. അതേപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നാൽ കുടുംബത്തോടൊപ്പം നിൽക്കുകയും അവർക്ക് കരുത്തായി താങ്ങായി നിൽക്കുകയും ഇവരൊരു പ്രതിസന്ധിയിലും തളരുകയും ചെയ്യില്ല ഈ വയലറ്റ് നിറത്തോട് ഇഷ്ടമുള്ളവർ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ നിറത്തിനോട് ഇഷ്ടമുള്ളതായിരിക്കും. ആ ഇഷ്ടത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സവിശേഷതകളും ഇതൊക്കെയാണ്.